ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് തച്ചോട്ടാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ തച്ചോട്ടാവിൽ നിന്ന് മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഒരു 300 മീറ്റർ മാറിയിട്ട് വരുന്ന ഈ കാണുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്ക് ഇവിടെ ആക്സസ് കിട്ടാൻ വേണ്ടി ഒരു 9 അല്ലെങ്കിൽ 10 കിലോമീറ്ററിനകത്താണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തച്ചോട്ടാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീട് 475 സെൻറ്റിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത്. 1750 സ്ക്വയർ ഫീറ്റാണ്. 3 BHK ആണ് ഈ വീട് വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന വീട് ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ വീടിൻ്റെ നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഫോൾഡിംഗ് ഗേറ്റാണ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് രണ്ട് സൈഡിലോട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഫോൾഡിംഗ് ഗേറ്റാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ നമ്മൾ വീടിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ഒരു കാർ പൗച്ചിന് ഫുള്ളായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കാർ പൗച്ച് മൊത്തത്തിൽ നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2 കാറ് നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ വരുന്നത്. ഇൻ്റർലോക്ക് നമുക്ക് വീടിൻ്റെ ഫുള്ളായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നാൽ തന്നെ നമുക്ക് വീടിൻ്റെ ബാക്കിൽ അങ്ങറ്റത്തെ നനകല്ലിൻ്റെ അവിടെ പൈപ്പ് കണക്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വീടിന് നമുക്ക് പൈപ്പ് കണക്ഷനും ഉണ്ട്, കൂടാതെ കിണറും നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, അപ്പോൾ നമുക്ക് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് വരുന്നത്. കണ്ടോ, മുകളിൽ നമുക്ക് വലിയൊരു കാർ പൗച്ചൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിന് മൊത്തത്തിലുള്ള ഒരു വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് നോക്കാം. നമുക്ക് 12x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പത്തിനുള്ളൊരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ കണ്ടോ, നമുക്കിവിടെ ചെയറൊക്കെ ഇടാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ വാളിൽ ഫുള്ള് വാൾ ടൈൽ യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫുള്ള് വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് വാൾ ടൈൽ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഫുള്ള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമുക്ക് ഇനി മെയിൻ എൻട്രൻസ് ഡോറിലോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ട് ഡോറ് ഫുള്ളും തന്നെ പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ലൊരു ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡോറാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോർ തുറന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നോക്കാം. അപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പം ഒരു വലിയൊരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 24x16 ഡയമെൻഷനിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വീടിൻ്റെ നമ്മൾ ഒരു സൈഡ് കയറുമ്പം തന്നെ നമുക്ക് വീട്ടിൽ കണ്ടോ എല്ലാ സൈഡും കുറച്ച് നമുക്ക് വൈഡായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ഈ ഒരു കാണുന്ന ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. 20x12 ഈ ഒരു ലിവിങ് ഏരിയയുടെ ഡയമെൻഷൻ വരുന്നത്. പിന്നെ നമുക്ക് മുകളിലായിട്ട് സീലിംഗ് വർക്ക് ഫുള്ള് കണ്ടോ, നമുക്കൊരു വുഡൻ ഫിനിഷിങ് വരുന്ന ടൈപ്പിലാണ് നമുക്ക് ഇവിടെ ഒരു സീലിംഗ് വർക്ക് കൊടുത്തതാണ്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ മുകളിൽ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ലിവിങ് ഏരിയ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ വരുന്നത്. പിന്നെ നമുക്ക് കണ്ടോ, ഇവിടെ ആയിട്ട് ഒരു ചെറിയ 2 സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്നുള്ള കാഴ്ച വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. നമുക്ക് ഈ ലിവിങ് ഏരിയയുടെ ഈ TV യൂണിറ്റിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ TV യൂണിറ്റിനെ പറ്റി പറയാൻ വിട്ടുപോയി. അപ്പോൾ TV യൂണിറ്റ് നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ഒരു വലിയ TV വരെ വയ്ക്കാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ മൾട്ടിവുഡിലാണ് നമുക്ക് ഈ ഒരു TV യൂണിറ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള TV വയ്ക്കാൻ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ TV യൂണിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞാൽ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. അപ്പോൾ ഡൈനിങ് ഏരിയ നമുക്ക് TV യൂണിറ്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. മൾട്ടിവുഡിൽ തന്നെ നമുക്കിവിടെ ഒരു പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കിത് പാർട്ടീഷനായിട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നോക്കാം. നമുക്കപ്പം ഒരു വലിയ ഒരു ഏരിയനെ നമുക്കിവിടെ ഡൈനിങ് ഏരിയയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം 20x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു വലിയ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് കണ്ടോ, അവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന്
കിച്ചണിലോട്ട് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. നമുക്ക് കിച്ചണിലോട്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു ആക്സസ് ഉണ്ട്. ഇവിടെയും മുകളിൽ സീലിങ്ങിൽ വുഡൻ ഫിനിഷ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സൈഡിലുണ്ടോ വാളിൽ ഒരു ആർട്ട് വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് നമുക്ക് വാഷിംഗ് യൂണിറ്റ് വരുന്നത്. നമുക്ക് ബാക്കി മിററും സംഭവമൊക്കെ നമുക്ക് ഇനി വരാനുണ്ട്. ഇവിടെ നമുക്ക് കണ്ടോ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിൽ ലിവിങ് ഏരിയയിലോട്ടുള്ള ഒരു വ്യൂ ഇതാണ് വരുന്നത്. ഫ്രണ്ട് നമുക്ക് ലിവിങ് ഏരിയ, തൊട്ടിപ്പുറത്ത് നമുക്ക് ഡൈനിങ് ഏരിയ, അങ്ങനെയാണ് നമുക്ക് ഫ്രണ്ടിൽ രണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ വീടിൻ്റെ കിച്ചൺ വർക്ക് ഒന്ന് കാണാം. കിച്ചൺ അപ്പോൾ നമുക്ക് കണ്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന നമുക്ക് കിച്ചണിന് 12x10 ഡയമെൻഷനാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വുഡൻ ഫിനിഷ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രിപ്പുള്ള ടൈപ്പ് ടൈലാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് PVC ഡോറാണ് നമുക്ക് ഇവിടെ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. അലുമിനിയം ഫാബ്രിക്കേഷനിലെ PVC ഡോറുകളാണ് നമുക്കിവിടെ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ധാരാളം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്, മുകളിലോട്ടൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു വലിയ കണ്ടോ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല നീറ്റായിട്ട് ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ബോക്സ് സ്ട്രിപ്പൊക്കെ ഇവിടെ ഫുള്ള് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്കത് കാണാം. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്കിവിടെ സിങ്ക് വെച്ചിട്ടുള്ളത്. നമുക്ക് പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയുള്ള സിങ്ക് നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് പുറത്തോട്ട് നോക്കിയാൽ നമുക്കിവിടെ ബാക്ക് സൈഡ് നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. കിണർ നമുക്ക് ഇവിടെയാണ് വരുന്നത്. അപ്പുറത്ത് നനകല്ല് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കത്തിക്കണമെങ്കിൽ നമുക്ക് അവിടെ വേസ്റ്റ് കത്തിക്കാനൊക്കെ പറ്റും. പിന്നെ കൂടാതെ കണ്ടു ഇവിടെ ഒരു ഗ്യാസിൻ്റെ വയ്ക്കാനുള്ള കണക്ഷനും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഈസി ആയിട്ടുള്ള കണ്ടു. ഇവിടെ നമുക്ക് ഗ്യാസ് വെച്ചിട്ട് പതുക്കെ നമുക്ക് അകത്തോട്ട് വെച്ചാൽ നമുക്ക് അകത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ബാക്കി ഗ്യാസ് കൊടുക്കാൻ വേണ്ടിയുള്ള കണക്ഷൻ്റെ സംഭവം എല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വീണ്ടും പുറകുവശത്ത് തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ മുകളിലായിട്ട് നോക്കുമ്പോൾ കണ്ടു ഇവിടെ റൂഫ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ റൂഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ കിച്ചൺ, അതിൻ്റെ പുറകുവശവും വരുന്നത്. അപ്പോൾ കിച്ചണും ബാക്കി അതിൻ്റെ പുറകുവശവും ഇതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ ഈ ഒരു ഭാഗത്ത് നോക്കി. പിന്നെ നമുക്ക് ഡൈനിങ് ഏരിയ ഇവിടെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇവിടുത്തെ കിച്ചണും കണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഫസ്റ്റ് ബെഡ്റൂമാണ്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലിവിങ് ഏരിയയുടെ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഫസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇനി ആ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു ബെഡ്റൂം 12x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലുണ്ട് സ്പോട്ട് ലൈറ്റും നമുക്ക് സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലൊരു ചെറിയൊരു ഡിസൈനിങ്ങും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു റൂം വരുന്നത്. അപ്പോൾ 12x12 നമുക്ക് ഈ ഒരു റൂമിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ സൈഡിലായിട്ട് ഈ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നിന്ന് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് വാർഡ്രോബ് യൂസ് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. നമുക്ക് ഈ ഒരു വാർഡ്രോബ് ഫുള്ള് വരുന്നത് ഒരു വുഡൻ തീമിൽ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് അതിൻ്റെ നടുക്കായിട്ട് കണ്ടോ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള മിറർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമുകൾ നോക്കാം. നമുക്ക് PVC ഡോറിലാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഒരു ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് നമുക്ക് ഇവിടെ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് മിററും ഗ്ലാസും എല്ലാം വരുന്നുണ്ട്. ബാക്കി എല്ലാ ഫിറ്റിങ്സും നമ്മൾ നോർമലി പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഇനി അവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ
ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സ്റ്റെയർ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ മെയിൻ എൻട്രൻസിൽ നിന്ന് നമുക്ക് ലിവിങ് ഏരിയയിലോട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമുക്കിവിടെ മുകളിലോട്ട് സ്റ്റെയർ കയറാനായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറി നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയും കൂടെ കാണാം. അപ്പോൾ നമ്മളിവിടെ കയറി പോകുമ്പോഴത്തേക്ക് നമുക്ക് സൈഡിലായിട്ട് ഹാൻഡിൽസ് വരുന്നത് ഇതാണ് വരുന്നത്. സ്റ്റീലും ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡിൽസാണ് നമുക്കിവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് കണ്ടോ ഒരു നല്ലൊരു വ്യൂ ഉണ്ട്. നമുക്ക് മുകളിൽ ഫുള്ള് സീലിംഗ് വർക്ക് നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറി പോകുമ്പോഴത്തേക്ക് നമുക്ക് സൈഡിലായിട്ട് ഇവിടെ ലൈറ്റും കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും. നമുക്ക് സ്റ്റെപ്പ് കയറി നമ്മൾ ഈ ഒരു പോർഷനിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കണ്ടോ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമുക്ക് ഈ ഒരു അടുത്ത ഒരു കോർണറും കൂടെ തിരിഞ്ഞിട്ടാണ് നമ്മൾ മുകളിൽ അടുത്ത ഫസ്റ്റ് ഫ്ലോറിലോട്ട് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് സ്പേസും നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ധാരാളം പവർ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലഗ് പിന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറി വന്നത് നമ്മൾ ആ ഒരു ഇതിൻ്റെ പുറകു സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ടി വി യൂണിറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 24x16 ഡയമെൻഷനിലാണ് നമുക്ക് സ്പേസ് വരുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ താഴെ നിന്ന് കയറി വന്നത് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെയാണ് കയറി വന്നത് കണ്ടോ. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ മുകളിലോട്ട് വന്നത്. മുകളിൽ വരുമ്പോൾ നമുക്ക് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഉണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ മുകളിൽ സീലിംഗ് വർക്ക് നോക്കുമ്പോൾ അങ്ങറ്റത് കണ്ടോ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും ഇവിടെ ആയിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഉള്ളിലോട്ട് വെട്ടം കിട്ടാൻ വേണ്ടി കണ്ടോ മുകളിൽ അവിടെ നമുക്ക് അകത്ത് സൺലൈറ്റിൻ്റെ വെട്ടവും നമുക്ക് അകത്തോട്ട് പ്രവേശിക്കും. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ നമുക്ക് ലിവിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്കിവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഈ ഒരു സൈഡിൽ, ഒരു ബെഡ്റൂം നമുക്കത് ആ ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ 2 ബെഡ്റൂമും കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് 12x10 ഡയമെൻഷനിലുള്ള ആദ്യത്തെ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ അത് മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ താഴെ കണ്ട പോലെ തന്നെ നമുക്ക് മുകളിൽ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ വ്യൂ വരുന്നത്. പിന്നെ നമുക്ക് താഴെ കണ്ട അതേപോലെ തന്നെ ഇവിടെ ഒരു വാർഡ്രോബ് യൂസ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സെയിം നമ്മൾ താഴെ കണ്ട അതേ ടൈപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതും കൂടെ ഒന്ന് കയറിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ധാരാളം സ്പേസ് നമുക്കിവിടെ ഉണ്ട്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഷവർ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ബാക്കി നമുക്ക് എല്ലാ ഫിറ്റിങ്സും അതിൻ്റെ അടുത്തടുത്ത് തന്നെ വരുന്നുണ്ട്. നമുക്ക് ഗ്രിപ്പിംഗ് ടൈല് തന്നെയാണ് ഇവിടെ ഈ തറയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അവസാനത്തെ ഒരു ബെഡ്റൂമാണ്. നമുക്ക് 3 BHK നമുക്ക് 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കണ്ടായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ഈ ടി വി യൂണിറ്റിൻ്റെ തന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് സൈസ് വരുന്നത് 14x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു വിൻഡോയും നമുക്ക് ആ ഒരു ഭാഗത്താണ് 2 വിൻഡോ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ മൊത്തത്തിൽ വ്യൂ വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്താണ്. ഇത് നമുക്ക് നേരത്തെ കണ്ട അതേ സെയിം മെറ്റീരിയലിൽ തന്നെ മൾട്ടിവുഡിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മിററും നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ ബാത്റൂം നമ്മൾ ഈ ഒരു ഗ്രിപ്പിംഗ് ടൈല് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടൈൽസ് ഫുള്ളും നമുക്ക് ഈ ഒരു കളർ തീമിലാണ് വരുന്നത്. ഇവിടെ ബാക്കി നമുക്ക് മിറർ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ വാഷ് ബേസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ബാത്റൂമിനെല്ലാം തന്നെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇടുങ്ങിയ രീതിക്കല്ല, കുറച്ചും കൂടെ നല്ല സ്പേസ് ബാത്റൂമിൽ ഫുള്ള് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് കാണേണ്ടത്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ബാൽക്കണി വരുന്നത്. അപ്പോൾ 12x4 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ വരുന്നത്. ഉണ്ടോ റൂഫ് കണ്ട് നമുക്കിപ്പോൾ മുകളിൽ സ്പോട്ട് ലൈറ്റാണ് ഫുൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ടാണ് നമുക്ക് ടെറസിലോട്ട് പോകാൻ വേണ്ടിയുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ താഴെ കണ്ട പോലെ തന്നെ വാൾ ടൈൽ നമുക്കിവിടെ മൊത്തത്തിൽ ഫ്രണ്ടിൽ കണ്ട വാളിൽ ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് പോകാനും കൂടെ കുറച്ചും കൂടെ ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ദൂരം കൂടെ നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നമുക്ക് പോകാൻ സാധിക്കും. ഇനി അപ്പോൾ നമുക്ക് കാണേണ്ടത് ഇവിടെയായിട്ട് നമുക്ക് കുറച്ച് പോർഷനും കൂടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനും അല്ലാതെ കുറച്ച് സ്പേസും കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെയായിട്ട് നമുക്ക് ഇത്രയും ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം മുകളിൽ ഫുള്ള് നമുക്ക് സൈഡ് ഫുള്ള് കെട്ടി നമുക്ക് റൂഫൊക്കെ ചെയ്ത് ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഈ സ്പേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇന്നും ഔട്ട് കണക്ഷനും ബാക്കി അതിൻ്റെ പോയിൻ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തറ ഫുള്ള് ഇവിടെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ഈ ഒരു പോർഷനിൽ നമുക്ക് വരുന്നത്. കുറച്ച് നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ 10x10 ഡയമെൻഷനിലാണ് ഈ ഒരു സ്പേസ് കൂടുതൽ നമുക്ക് സൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീട് നമുക്ക് ആസ്കിങ് പ്രൈസ് 75 ലക്ഷമാണ് ആസ്കിങ് ചോദിക്കുന്നത്. അത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഈ വീട് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ലോണിനാണ് നോക്കുന്നതെങ്കിലും ഈ ഒരു നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് വീട് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടാതെ നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് ലോ ആണ്, കുറച്ചും കൂടെ അല്ലെങ്കിൽ റേറ്റ് കൂടിയതാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ വീട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പം പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.